നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് മൂലം നക്ഷത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകളാണ്. ജാതകത്തിൽ ലഗ്നവും സൂര്യനും ചന്ദ്രനും മൂലം നക്ഷത്രത്തിൽ നിന്നാൽ ഈ സ്വഭാവ സവിശേഷതകൾ യോജിച്ചു വരുന്നതാണ്. ഇതിൻ്റെ 4 പാദങ്ങളും ധനുരാശിയിലാണ്. ഒന്നാം പാദത്തിലാണെങ്കിൽ ഒരു അന്വേഷണാത്മകത ഇവരിൽ പ്രകടമായി കാണും. ഏത് കാര്യവും വളരെയധികം അന്വേഷിച്ചതിന് ശേഷമേ നേടിയെടുക്കുകയുള്ളൂ. രണ്ടാം പാദത്തിൽ ജനിച്ചവർ ഉത്തരവാദിത്വ ബോധം ഉള്ളവർ ആയിരിക്കും. ഇവർ ഏതൊരു കാര്യം ഏറ്റെടുത്താലും ഉത്തരവാദിത്വത്തോടെ ചെയ്തു തീർക്കും. മൂന്നാം പാദത്തിൽ ജനിച്ചവർ ഭാവം പ്രകടിപ്പിക്കാനും അഭിനയിക്കാനും സമർത്ഥരായിരിക്കും. ഇവർ ജീവിത വിജയത്തിന് വേണ്ടി എന്ത് ചെയ്യാനും മടിക്കുകയില്ല. നാലാം പാദത്തിൽ ജനിച്ചവർ വികാരങ്ങൾക്ക് അടിമപ്പെടുന്നവരായിരിക്കും. സാധാരണയായി കുജദോഷം ഉള്ള നക്ഷത്രം ആയതിനാൽ ശൗര്യം, വീര്യം, ധൈര്യം, ജാട തുടങ്ങിയ ഗുണങ്ങൾ ഇവരിലുള്ളത് കൊണ്ടും മറ്റുള്ളവരുടെ പ്രശ്നം തൻ്റെ പ്രശ്നം തന്നെയാണ് എന്ന് കരുതി അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നത് കൊണ്ടും തനിക്കുള്ളതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള താല്പര്യമുള്ളത് കൊണ്ടും ചിലപ്പോൾ ഇവർ ഗുണ്ടകളോ ചട്ടമ്പികളോ ആയി മാറാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ വിവാഹത്തിന് ശേഷം സ്വഭാവം നന്നാവുകയും ചെയ്യും. കാലപുരുഷന്റെ 9ാം രാശിയിലുള്ള നക്ഷത്രമായതുകൊണ്ട് അച്ഛൻ്റെ സ്വഭാവവുമായി സാമ്യത ഉണ്ടാകും. എന്നാൽ അച്ഛനുമായി അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. എന്തും തേടി കണ്ടെത്താനുള്ള കഴിവുണ്ടാകും. ചിന്തകളൊക്കെ ഉയർന്ന നിലയിലായിരിക്കും. ചെയ്യുന്ന മേഖലയിൽ നല്ല അറിവുണ്ടായിരിക്കും. ഗുരുക്കന്മാരെ വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടി മാത്രമേ കാണുകയുള്ളൂ. മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള കഴിവുണ്ടാകും. കൂടാതെ നല്ല അറിവുള്ളത് കൊണ്ട് ഇവരോട് എതിർത്ത് സംസാരിക്കാൻ പറ്റില്ല. ഏത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും ഉത്തരം നൽകാനുള്ള അറിവ് അവർ നേടിയിട്ടുണ്ടാകും. മാനസികവും ദൈവികവുമായ കഴിവ് ഇവരിൽ ഉണ്ടാകും. അമ്പലവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ ഇവരുടെ കുടുംബത്തിലുണ്ടാകും. വ്രതം, തപസ് തുടങ്ങിയവയിൽ താല്പര്യമുണ്ടാകും. അതിനാൽ തന്നെ വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള കഴിവും ശപിക്കാനുള്ള കഴിവും നേടിയെടുത്തിട്ടുണ്ടാവും. അതിനാൽ ഇവരുടെ ശാപം ഏൽക്കാതിരിക്കുന്നതാണ് നല്ലത്. വർഷങ്ങളായി ചെയ്തു വരുന്ന ജോലി പെട്ടെന്ന് നഷ്ടപ്പെടാനുള്ള യോഗം ഇവരിലുണ്ട്. എന്നാൽ അതിനെ മറ്റൊരു തരത്തിൽ തിരിച്ചു പിടിക്കാനും ഇവർക്ക് കഴിവുണ്ടാകും. ശരീരത്തിൽ തീവ്രമായ പൊള്ളലേൽക്കാനുള്ള സാധ്യത ഉണ്ട്. അത് ഗ്യാസ് സിലിണ്ടർ, മണ്ണെണ്ണ, പെട്രോൾ, പടക്കം, വാഹനം എന്നിവയിൽ നിന്നാകാം. മിക്കവാറും തുടഭാഗത്താണ് പൊള്ളലേൽക്കാനുള്ള സാധ്യത. ബാങ്ക്, സെക്യൂരിറ്റി, ബ്ലാക്ക് കാറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയർ, ആർക്കിടെക്റ്റ്, സിവിൽ എഞ്ചിനീയർ, ഫയർഫോഴ്സ് എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നത് നല്ലതാണ്. വസ്ത്രാലയങ്ങൾ, സ്വർണ്ണാഭരണക്കട, മൊബൈൽ ഫോൺ കട, ചിട്ടിക്കുറി തുടങ്ങിയവ തുടങ്ങാൻ താല്പര്യമുണ്ടാവും. ഇവരുടെ പാരമ്പര്യത്തിൽ സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുമൂലം ഇവർ സ്വത്ത് ഉപേക്ഷിച്ച് അന്യദേശങ്ങളിൽ താമസിക്കും. പിന്നീട് ജീവിതത്തിൽ ഒരുപാട് സ്വത്തുക്കൾ സമ്പാദിക്കുകയും ചെയ്യും. അവസാന കാലഘട്ടങ്ങളിൽ പാരമ്പര്യ സ്വത്തുക്കളെ സംരക്ഷിക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ദേശങ്ങൾ മാറി താമസിക്കുന്നത് കൊണ്ട് സ്ഥിരമായ സുഹൃത്തുക്കളോ ശത്രുക്കളോ ഇവർക്ക് ഉണ്ടാകാറില്ല.
അറിവ് പകർന്നു കൊടുക്കുന്ന സ്ഥാപനങ്ങളോ വ്യക്തികളോ ഇവരുടെ വീടിനടുത്തുണ്ടാകും. ചെറുപ്പത്തിൽ ഇവർക്ക് എരിവ് രസത്തോട് കൂടുതൽ ഇഷ്ടമായിരിക്കും. എന്നാൽ വലുതായി കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കുകയും ചെയ്യും. നേരെ തിരിച്ചുള്ള സ്വഭാവവും ഉണ്ടാകാറുണ്ട്. അതായത് ചെറുപ്പത്തിൽ എരിവ് ഇഷ്ടമല്ലാത്തവർ വലുതാകുമ്പോൾ എരിവ് രസത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. 2 കുലദൈവ പാരമ്പര്യം ഇവർക്ക് കണ്ടുവരാറുണ്ട്. മറ്റൊരു വിശേഷപ്പെട്ട ഒരു സവിശേഷത ഇവരിൽ കാണപ്പെടുന്നത്, വലിയൊരു കോടീശ്വരന്റെ കീഴിൽ കുറഞ്ഞത് ഒരു 20 വർഷമെങ്കിലും അടിമയായി ജോലി ചെയ്താൽ അതേപോലുള്ള കോടീശ്വര തുല്യമായ അവസ്ഥയിലെത്താനുള്ള യോഗം ഇവരിൽ കാണുന്നു. കാരണം ഇവര് മുതലാളിമാർക്ക് ഏറ്റവും വിശ്വസ്തരായി മാറും. മുതലാളിമാരുടെ ഒരു രഹസ്യവും ഇവർ പുറത്തുവിടില്ല. അങ്ങനെ ഒരു സ്വഭാവം ഇവർക്കുണ്ട്. അങ്ങനെ ഏറ്റവും വിശ്വസ്തനാകുമ്പോൾ മുതലാളി തൻ്റെ കാര്യങ്ങളെല്ലാം ഇവരെ ഏൽപ്പിക്കുകയും അതിലൂടെ സമ്പാദിക്കാനും ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യം ലഭിക്കുമ്പോൾ മൂലം നക്ഷത്രക്കാർ അത് പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ഇവർക്ക് ബന്ധുക്കളിൽ നിന്ന് സ്നേഹം കിട്ടുന്നത് കുറവായിരിക്കും. അതിനാൽ സ്നേഹം കൊടുത്തുകൊണ്ട് ഇവരെ കീഴ്പ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവർ പ്രണയ വിവാഹത്തെ ഇഷ്ടപ്പെടുന്നു. ഇവർക്ക് കോപം വന്നാൽ എല്ലാ ധാർമ്മിക ബോധവും നശിക്കും. അതിനാൽ മുൻകോപം മാറ്റുന്നതും പെട്ടെന്ന് പ്രതികരിക്കുന്നത് ഒഴിവാക്കുന്നതും വേഗത കുറയ്ക്കുന്നതും നല്ലതാണ്. ഇവർ ധാരാളം യാത്രകൾ ഇഷ്ടപ്പെടുന്നു. മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന വിധത്തിലുള്ള യാത്രകൾ ഇവർ ചെയ്തിട്ടുണ്ടാവും. അന്യദേശത്ത് ജോലി ചെയ്താൽ അഭിവൃദ്ധി ഉണ്ടാകും. കലാകായിക രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കാൻ പറ്റും. ദഹനം, ശ്വാസകോശം, പൈൽസ്, ഇടിമിന്നൽ, ചെക്ക് ലീഫ്, പൂട്ട്, താക്കോൽ, ചാവി തുടങ്ങിയ മൂലം പ്രശ്നങ്ങൾ അനുഭവിക്കും. പേരക്ക, പരിപ്പ്, നെയ്യ് എന്നിവ ദാനം ചെയ്യുക, പെൺനായയെ സംരക്ഷിക്കുക, വളർത്തുക, ഗുരുക്കന്മാരെ ആദരിക്കുക, ബഹുമാനിക്കുക, സംരക്ഷിക്കുക എന്നിവ ഇവർക്കുള്ള ദോഷപരിഹാരങ്ങളാണ്. ദൈവിക വിഷയത്തെ പറയുകയാണെങ്കിൽ യമദേവൻ, വരാഹി, ഗണപതി, സരസ്വതി, ഹനുമാൻ എന്നീ ദേവിദേവന്മാരെ പൂജിക്കുന്നത് ഇവർക്ക് നല്ലതായിരിക്കും. ഈ മൂല നക്ഷത്രക്കാർക്ക് ദോഷം ചെയ്യുന്ന ചില നക്ഷത്രങ്ങൾ: ഉത്രാടം, അവിട്ടം, പൂരുരുട്ടാതി, കാർത്തിക, ഉത്രം, മകീരം, പുണർദം, ചിത്തിര, വിശാഖം എന്നിവയാണ്. അതുകൊണ്ട് ഇത്തരം നക്ഷത്രക്കാരുമായി ബന്ധം, ബിസിനസ് എന്നിവ ഗുണകരമാകില്ല. അതുപോലെ മൂലനക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യുന്ന നക്ഷത്രങ്ങൾ പൂരാടം, ചതയം, ഉത്രട്ടാതി, രോഹിണി, അനിഴം, തിരുവാതിര, പൂയം, മകം, പൂരം, ചോതി, തൃക്കേട്ട എന്നിവയാണ്. ഈ നക്ഷത്രക്കാരുമായി ബന്ധം സ്ഥാപിക്കുന്നതും ഇടപാടുകൾ ചെയ്യുന്നതും ഗുണം ചെയ്യും. ഒരാളുടെ ഗ്രഹനിലയിൽ ഉള്ള ഗ്രഹചേർച്ചയ്ക്ക് അനുസരിച്ച് ഈ പറഞ്ഞ സ്വഭാവ സവിശേഷതകൾക്ക് മാറ്റം വരാം. നമസ്കാരം.